ഹലോ സുഹൃത്തുക്കളെ, നമ്മളിന്ന് NMMSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന NMMSന് അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. NMMSന് എങ്ങനെ 100% മാർക്ക് സ്കോർ ചെയ്യാം, അതുപോലെ തന്നെ അവസാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന NMMSന് അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾ നമുക്ക് 3 തരത്തിൽ തരംതിരിക്കാം. ഒന്നാമതായിട്ടും തുടക്കം മുതലേ പ്രിപ്പയർ ചെയ്ത് ഇപ്പോഴും പ്രിപ്പറേഷൻ തുടർന്നു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാകും. രണ്ടാമതെന്ന് പറയുന്നത് NMMSന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്യാൻ എങ്ങനെയെന്ന് അറിയാം, മാത്രമല്ല പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് വായിച്ചും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും സാധാരണ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നൽകേണ്ട പ്രാധാന്യമൊന്നും നൽകിയിട്ടില്ല. അത്തരത്തിലുള്ള കുറച്ച് ആൾക്കാരാണ് രണ്ടാമത്തെ വിഭാഗത്തിലുള്ളത്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് NMMSന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അപേക്ഷ കൊടുത്തു. ചിലപ്പം സുഹൃത്ത് കൊടുത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വീട്ടുകാരിൽ നിന്നുള്ള പ്രഷർ കൊണ്ടായിരിക്കും, അങ്ങനെ എന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കും. എങ്ങനെയായാലും അപേക്ഷ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തിട്ടേ ഇല്ല, അത്തരത്തിലുള്ള ഒരു വിഭാഗം ഉണ്ടാകും. ഇതിനിടയിലുള്ള വിഭാഗങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ഈ 3 വിഭാഗത്തിനും എങ്ങനെ പഠിക്കുക എന്നുള്ള കാര്യമാണ് ഇനി അവസാനമായിട്ട്. കുറച്ച് ദിവസങ്ങൾ മാത്രമേ 3 വിഭാഗത്തിനുള്ളൂ. അതായത് മൂന്നാമത്തെ വിഭാഗത്തിന് ഉള്ള സമയമേ ഒന്നാമത്തെ വിഭാഗത്തിനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൃത്യമായിട്ടൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പഠന രീതി ഇനി വേണം, എങ്കിലും നമുക്ക് ഈസി ആയിട്ട് NMMS ക്രാക്ക് ചെയ്യാം. അപ്പോൾ അതിനുള്ള വഴിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ആദ്യം തന്നെ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 2018-17 വരെയുള്ളതെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കുക. ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് കഴിഞ്ഞ 3 വർഷത്തെ NMMSൻ്റെ പേപ്പേഴ്സ് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് ആൻസറുകൾ വരെ ഒന്ന് പഠിച്ചു വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ജനുവരി 24 NTSC പരീക്ഷ കഴിഞ്ഞു. അപ്പം കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള 5 or 6 ക്വസ്റ്റ്യൻസ്, അതേപോലത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഈവൻ ഓപ്ഷൻസ് വരെ സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം 5 or 6 സ്കോർ കഴിഞ്ഞ വർഷത്തെ പേപ്പർ പഠിച്ച വിദ്യാർത്ഥികൾക്ക് 5 or 6 മാർക്ക് വെറുതെ കിട്ടി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പം 5 or 6 മാർക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ 5 or 6 മാർക്കായിരിക്കും നിങ്ങളെ NMMS വിജയിയാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് NTSCയെക്കുറിച്ച് അറിയാമായിരിക്കും. NTSC 24 കഴിഞ്ഞു കേട്ടോ. അപ്പം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 3 മുതൽ 10 വരെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ അതേ മോഡലിലായിരിക്കും, ചിലപ്പോൾ അതേ ക്വസ്റ്റ്യൻസ് വരും, ചിലപ്പം മാറ്റിലൊക്കെ ആണെങ്കിൽ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓക്കെ, ഈ കഴിഞ്ഞ വർഷം വന്ന അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ വർഷവും വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ വിഭാഗം ഫുൾ പ്രിപ്പയർ ചെയ്ത ആളുകളാണെങ്കിലും ഇതുവരെ പ്രിപ്പയർ ചെയ്യാത്ത ആളുകളാണെങ്കിലും എല്ലാവരും ആദ്യം ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യുക. മാറ്റ് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാറ്റ് വളരെ ഈസി ആയിരിക്കും. സാറ്റ് ആണെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഭാഗ്യത്തിന് അതേപോലെ വരാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിലെ ചില ക്വസ്റ്റ്യൻസൊക്കെ NTSCയിൽ ഇപ്രാവശ്യം കഴിഞ്ഞ വർഷത്തെ അതേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമതായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എക്സാം എഴുതുമ്പോൾ OMR ഷീറ്റിലാണല്ലോ എഴുതുന്നത്. അപ്പോൾ OMR ഷീറ്റിനെ കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ചിലപ്പം പ്രാക്ടീസ് തന്നിട്ടുണ്ടാകാം നിങ്ങളുടെ സ്കൂളിൽ നിന്ന്. അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്യുക ഹൗ ടു ഫിൽ OMR ഷീറ്റ് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പല വീഡിയോസും ഉണ്ടാകും. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ പഠിക്കുക എങ്ങനെയാണ് OMR ഷീറ്റ് ഫില്ലാക്കേണ്ടതെന്ന്. കാരണം എല്ലാ വർഷവും മിനിമം ഒരു 2-3 ക്വസ്റ്റ്യൻസ് OMR ഷീറ്റിന് നിങ്ങൾക്ക് കറക്റ്റ് ആൻസേഴ്സ് അറിയാമായിരിക്കും. പക്ഷേ OMR ഷീറ്റിനെ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഉത്തരം കിട്ടിക്കൊള്ളുന്നില്ല, ഉത്തരം തെറ്റാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഓപ്ഷൻസ് നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. ഓപ്ഷൻസ് ഉണ്ടാകും മാറ്റിലൊക്കെ. ഒന്നാമത്തെ ഓപ്ഷൻ 2, 3, 4 അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ ഒന്നാമത്തെ ഓപ്ഷനിൽ 20 എന്നാണ് ഉത്തരം, രണ്ടാമത്തെ ഓപ്ഷൻ്റേത് 3 എന്നാണ്, നാലാമത്തെ ഓപ്ഷൻ്റേത് 4 എന്നാണ്, അഞ്ചാമത്തെ ഓപ്ഷൻ്റേത് 15 എന്നാണ്. നിങ്ങൾ ചിലപ്പോൾ ശരിയായ ഉത്തരം എന്തായിരിക്കും, 4 എന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, 4 എന്ന് പോയിട്ട് അറിയാതെ OMR ഷീറ്റിൽ ഫില്ല് ചെയ്യും. ഓക്കെ, ഈ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 എന്ന് അറിയാതെ നിങ്ങൾ ഫിൽ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ നാലാമത്തെ ഓപ്ഷനായിരിക്കും നിങ്ങൾ ഫിൽ ചെയ്യുക. അപ്പോൾ നാലാമത്തെ ഓപ്ഷൻ്റെ ഉത്തരം എന്താ, 15. നിങ്ങൾക്ക് അറിഞ്ഞ ഉത്തരം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉറപ്പുള്ള ഒരു ഉത്തരമാണ് നിങ്ങൾ തെറ്റിച്ചിരിക്കുന്നത്. അപ്പം OMR ഷീറ്റ് ഒരു ഫാക്ടർ തന്നെയാണ് നിങ്ങളുടെ മാർക്ക്
തീരുമാനിക്കുന്ന ഒരു ഫാക്ടർ തന്നെയാണ് OMR ഷീറ്റ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ OMR ഷീറ്റ് ജസ്റ്റ് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ കുറച്ച് നേരം മതി എന്നൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് ഒരു 10 മിനിറ്റെങ്കിലും 100 ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വരും. ഓക്കെ, അപ്പം നിങ്ങളെന്ത് ചെയ്യുക, പിന്നെ ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും, അതായത് ഓരോ ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടുമ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, നേരെ OMR ഷീറ്റിൽ പോയി അങ്ങനെ ചെയ്യരുത്. ഓക്കെ, നിങ്ങളൊരു 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 15 ക്വസ്റ്റ്യനൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുക, എല്ലാം കൂടി ബൾക്കായിട്ട് എന്ത് ചെയ്യുക, OMR ഷീറ്റിൽ ഫില്ല് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു കാര്യം മറക്കരുത്, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ഈ പേപ്പറിനെ എങ്ങനെ റീച്ച് ചെയ്യും, പേപ്പർ മുഴുവൻ നിങ്ങൾ എത്തേണ്ട രീതിയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്നാമത്തെ ചോദ്യം മുതൽ പോവാം. മാറ്റിൻ്റെ കാര്യമായിട്ട് ആദ്യം പറയുന്നത്, ഒന്നാമത്തെ ചോദ്യം മുതൽ 100ാമത്തെ ചോദ്യം വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഉത്തരം കിട്ടുന്ന ഒരു ഒറ്റ നോട്ടത്തിൽ ഉത്തരം കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ടിക്കിട്ട് പോവുക, പെൻസിൽ കൊണ്ട് ടിക്കിട്ട് പോവുക. ഓക്കെ, നിങ്ങളപ്പോൾ എന്ത് ചെയ്യേണ്ട, ഒരു മാർക്കിങ്ങും വേറെ എവിടെയും മാർക്ക് ചെയ്യേണ്ടതില്ല. ഓക്കെ, ഫുൾ ടിക്കിട്ട് പോയതിൻ്റെ ശേഷം 100ാമത്തെ ക്വസ്റ്റ്യൻ എത്തിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിരിക്കണം കേട്ടോ, ക്വസ്റ്റ്യൻ പറ്റ ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ അപ്പോൾ ടിക്ക് ഇടാൻ പാടുള്ളൂ. അങ്ങനെ ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ടിക്കിട്ട ശേഷം നിങ്ങൾ OMR എന്ത് ചെയ്യുക, നമ്പർ നോക്കിയ ശേഷം ഫില്ല് ചെയ്യുക. അതായത് ഒന്നാമത്തത് 1, 3 അങ്ങനെ പറഞ്ഞിട്ട്, ഒന്നാമത്തേൻ്റെ ഉത്തരം 3 ആണെങ്കിൽ 1, 3, രണ്ടാമത്തേൻ്റെ ഉത്തരം 2, അപ്പോൾ 2, 2. അപ്പം പിന്നെ മൂന്നാമത്തെ ഇല്ല, നാലാമത്തെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, പറയുമല്ലോ, അപ്പോൾ 4 എന്ന് പറയുമല്ലോ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, മനസ്സിലാക്കും. അല്ല നിങ്ങളിങ്ങനെ ബൾക്കായിട്ട് പറയുമ്പോൾ 3, 2, 3, 2, 4 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നിങ്ങൾ 4ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ OMR നിങ്ങൾ വെൽ പ്രാക്ടീസ് ചെയ്യണം. OMRനെ കുറിച്ച് നല്ലൊരു ധാരണ നിങ്ങൾക്ക് മുമ്പേ വേണം. നിങ്ങളെന്ത് ചെയ്യുക, മാറ്റിൻ്റെ അല്ലെങ്കിൽ സാറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, പഴയ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം സ്വന്തമായിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് പൂജ്യങ്ങൾ ഒരു 400 എന്ത് ചെയ്യുക, വട്ടങ്ങൾ ഇട്ട ശേഷം സാധാ സീറോസ് വരച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. എന്നിട്ട് നമ്പർ ഇട്ടിട്ട് എന്ത് ചെയ്യുക, അത് ഫില്ല് ചെയ്യുക. ഓക്കെ, ABCD വെച്ചാലും മതി. അങ്ങനെ ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, OMR ഷീറ്റ് നിങ്ങൾ ആദ്യമായിട്ട് ഒരിക്കലും എൻ്റെ പരീക്ഷയ്ക്ക്, ഇത് വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്, നിങ്ങളിതിനെ സില്ലി ആക്കി എടുക്കരുത്. നിങ്ങളെന്ത് ചെയ്യുക, അതിനെ നിങ്ങൾ പരീക്ഷയെ നേരിടേണ്ടത് ആദ്യം തന്നെ ഒരു പ്രാക്ടീസ് കിട്ടിയ ശേഷം മാത്രമേ പരീക്ഷയെ നേരിടാൻ പാടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു എങ്ങനെ അപ്രോച്ച് ചെയ്യുമെന്ന്. അങ്ങനെ 100 ക്വസ്റ്റ്യൻ ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ ഫുൾ മാർക്ക് ചെയ്തു. OMRൽ ഫുൾ മാർക്ക് ചെയ്ത ശേഷം ഇതുവരെയുള്ളത് മാർക്ക് ചെയ്ത ശേഷം രണ്ടാമതായിട്ട് നിങ്ങൾ സെക്കൻഡ് റൗണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്കൊരു 40 ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് കരുതാം. അപ്പം ഇനിയുള്ള 60 ക്വസ്റ്റ്യൻസ് അത് നിങ്ങൾ സാധാ പോലെ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ഒന്ന് നിന്നിട്ട് ഒരു 30 സെക്കൻഡ് ആലോചിച്ച് നോക്കുക. എല്ലാ ക്വസ്റ്റ്യൻസിനും 60 ചോദ്യത്തിലും 30 സെക്കൻഡ്സ് ആലോചിച്ച് നോക്കുക. എന്നിട്ട് ആലോചിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഓരോ ക്വസ്റ്റ്യനും, ഇപ്പം നിങ്ങൾക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഒരു 30 സെക്കൻഡ് ആലോചിച്ചിട്ടും കിട്ടുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ഉറപ്പാണ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു സ്റ്റാർ ഇട്ടിട്ട് പോവുക. ഓക്കെ, സ്റ്റാർ ഇട്ട് പോയതിൻ്റെ ശേഷം പിന്നെ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി അഥവാ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടൂല എന്നാണ് തോന്നുന്നത് എങ്കിൽ നിങ്ങളതിന് ഒരു വട്ടമിട്ട ശേഷം പോവുക. നിങ്ങൾക്ക് ഏത് സൈനും യൂസ് ചെയ്യട്ടെ, പക്ഷേ നിങ്ങൾക്കറിയണം എന്ത് സൈനാണ് ഞാൻ എന്തിനാണ് യൂസ് ചെയ്തതെന്ന് നിങ്ങൾ അറിയണം. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാം, ഇപ്പോൾ പറഞ്ഞ പോലെ മാറ്റിൻ്റെ കാര്യമായിട്ട് ഞാനിപ്പോൾ പറഞ്ഞു, അങ്ങനെ എന്ത് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ രണ്ടാമത്തെ റൗണ്ടിൽ നിങ്ങൾക്കൊരു വീണ്ടും ഒരു 40 ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ ചെയ്തു. ഇതിൽ നിങ്ങൾ സ്റ്റാർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, റൗണ്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇനി ചെയ്യേണ്ടത് നിങ്ങൾ സ്റ്റാർ ചെയ്ത ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ലാസ്റ്റ് 10 മിനിറ്റ് ബാക്കിയുണ്ടോ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ് കൂടി എന്ത് ചെയ്യുക, അടുത്ത ഒരു റൗണ്ട് ചെയ്ത ക്വസ്റ്റ്യൻസിന് വേണ്ടി ചിലവഴിക്കുക. എന്നിട്ടും നിങ്ങൾക്ക് ബാക്കി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ ആലോചിക്കാൻ നിൽക്കരുത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലല്ലോ. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫുൾ എന്തടിക്കണം, അറ്റൻഡ് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ഫുൾ അറ്റൻഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവസാനത്തെ 5 മിനിറ്റ് ഇങ്ങനെ എന്താ പറയുക, ജസ്റ്റ് നിങ്ങളുടെ ഒരു ഊഹം, എന്താ പറയുക, സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഏറ്റവും പോസിബിലിറ്റി കൂടിയ ആൻസേഴ്സിന് ഒന്ന് OMRൽ ഫില്ല് ചെയ്യുക. ഇനിയല്ല നിങ്ങൾക്ക് തീരെ അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം 1 മുതൽ 5 വരെ ഉള്ള ആൻസേഴ്സ് ഒരു പാട്ടായിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് 1, 2, 3, 4, 5, പിന്നെ അതിന് ശേഷം ഒരു സ്പേസ് കിട്ടിയതിന് ശേഷമായിരിക്കും 6 മുതൽ 10 വരെ അങ്ങനെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ എല്ലാ തരത്തിലുള്ള ഓപ്ഷൻസും ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അതായത് നിങ്ങൾക്ക് 2 തരത്തിൽ നിങ്ങൾക്ക് അതിനെ അപ്രോച്ച് ചെയ്യാം. നിങ്ങൾക്കൊരു 20 ക്വസ്റ്റ്യൻസ് കിട്ടാത്തതുണ്ടെങ്കിൽ എല്ലതും ഒരേ ഓപ്ഷൻ ഇട്ടാൽ നിങ്ങൾക്ക് ഇത്ര മാർക്ക് 5 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. അല്ല ഇനി നിങ്ങളെന്ത് ചെയ്യാം, എല്ലതും വേറെ ആക്കിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതായത് 20 ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം ഒന്നെങ്കിൽ A അല്ലെങ്കിൽ B അല്ലെങ്കിൽ C ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക, ഫുൾ മാർക്ക് ചെയ്യുക. അല്ല ഇനി നിങ്ങൾക്കൊരു എന്താ പറയുക, നിങ്ങൾക്ക് സാധ്യതയുണ്ട്, അതായത് ഏറ്റവും ചാൻസ് മൂന്നാമത്തെ ഓപ്ഷനാണ്, അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അത് മാർക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല.
ഇനി അല്ല നിങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെ ഒരു സിഗ്സാഗ് മോഡലിൽ അങ്ങനെ മോഡലിൽ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. കാരണം ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് ഉത്തരം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാൻ പറ്റും, 10 ക്വസ്റ്റ്യനിൽ ഒന്നെങ്കിൽ സി 2 3 ഉണ്ടാകും, അങ്ങനെ ബി 2 അങ്ങനെ എന്തായാലും ബിയും സിയും ഒക്കെ ആ 10 ക്വസ്റ്റ്യൻസിൻ്റെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരേ ഓപ്ഷൻസ് നൽകുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത്രയും മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. ഫുൾ മാർക്കല്ല, ഇതിൽ ഒരു 25% മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇനി സാറ്റിൻ്റെ കാര്യം കടന്നു വരികയാണ്. സാറ്റിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് SS ആണ്. SS എന്ന് പറയുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കിട്ടുന്ന ഉത്തരങ്ങളായിരിക്കും. അതുകൊണ്ട് SS ആദ്യം ചെയ്യുക. പിന്നെ നേരെ ബയോളജിയിലോട്ട് പോവുക. ബയോളജി ചെയ്യുക. ബയോളജി ചെയ്തതിന് ശേഷം നിങ്ങൾ കെമിസ്ട്രിയിലോട്ട് പോവുക. പിന്നെ നിങ്ങൾ കെമിസ്ട്രി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫിസിക്സിലോട്ട് പോവുക. പിന്നെ മാത്തമാറ്റിക്സിലോട്ട് പോവുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സയൻസൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യുക ഈ ഒരു ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി ഭാഗങ്ങളിലും. പിന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും, ഏത് പാഠത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത്, ഏത് ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത്. അപ്പോൾ ആ ഭാഗം എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഓക്കെ. ഇനി നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾക്കൊരു എന്താ പറയുക, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എങ്കിൽ നിങ്ങൾക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, പക്ഷേ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്ക് പോകും. കാരണം OMR എന്നൊക്കെ പറയുമ്പം ഇതുവരെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, പരിശീലനം കിട്ടിയിട്ടുണ്ടാകില്ല. നിങ്ങൾ തീർച്ചയായിട്ടും യൂട്യൂബിൽ പോയിട്ട് OMR എങ്ങനെ ഫില്ല് ചെയ്യുക എന്നുള്ളതൊക്കെ വീഡിയോസ് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് OMR. ഓക്കെ, താങ്ക് യു. ഇത്രയും കാര്യങ്ങളാണ് ആദ്യം തന്നെ പറയാനുള്ളത്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.